നമസ്കാരം, നിർഗുണ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കളസം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റായി മത്സരിക്കാനായിട്ട് പോകുന്ന നമ്മുടെ 2020 സ്ഥാനാർത്ഥി നമ്മുടെ സ്വന്തം സുഗിൽ മൈരാർ. നമസ്കാരം. നിലപാടിന്റെ ഞാൻ പറയും, നീ അത് കേട്ടാ മതി. ശ്രീ സുഗിൽ മൈരാർ, താങ്കൾ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ എല്ലാവരും ഒരേ ഒരു ചോദ്യം മാത്രമാണ് ചോദിക്കുന്നത്. താങ്കൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് മത്സരിക്കാൻ? എൻ്റെ യോഗ്യത പറ്റി ചോദിക്കുന്ന കാര്യം മനസ്സിലാക്കണം. ഞാൻ എൻ്റെ കലാലയ ജീവിതം മുതൽ ഈ ക്ലബിൻ്റെ പരിപാടിക്ക് പൈസ പിടിച്ച് പൂട്ടടിക്കാനും അതുപോലെ തന്നെ ഈ വാർഷിക ആഘോഷത്തിന് അടിയുണ്ടാക്കാനൊക്കെ മുന്നിട്ട് നാളാണ് ഞാൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്ലബ്ബിൽ അനന്തകുട്ടന് ജട്ടി വാങ്ങാൻ ഒരു 50 രൂപയില്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ സ്വന്തം കീശയിൽ നിന്ന് കാശ് കൊടുത്ത് 50 രൂപയ്ക്ക് 10 ജട്ടി വാങ്ങിച്ച് കൊടുത്തുള്ള ആളാണ് ഞാൻ ഇന്നേ വരെ ഇത് ഒരാളുടെ പറയാൻ പോയിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ റീലാക്കാം, എനിക്ക് ന്യൂസുകാരോട് ഇത് പങ്കുവയ്ക്കാം, എനിക്കിത് സോഷ്യൽ മീഡിയയിൽ ഇടാം. പക്ഷേ ഞാൻ ഇന്ന് ഇത് ആരോടും പറഞ്ഞിട്ടുമില്ല, ഞാനിത് ആരോടും പറയാനും പോകുന്നില്ല. അതുപോലെ തന്നെ ഒരു പൂച്ചക്കുഞ്ഞ് ഇനി ഈ കാര്യം അറിയാനും പോകുന്നില്ല. സുഗിൽ മൈരാർ, അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ താങ്കൾ വിജയിക്കുവാണെങ്കിൽ താങ്കളുടെ ഈ ജട്ടി വികസനം ഇനിയും തുടരുമെന്നാണ്? തീർച്ചയായും 100% എൻ്റെ ജട്ടി വികസനം ഇനിയും തുടരും. അതുപോലെ വത്സൻ ക്ലബിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ജയിക്കുവാണെങ്കിൽ 90 ദിവസത്തിനകത്ത് തന്നെ തങ്കം ചേട്ടനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലബിലേക്ക്. അപ്പോൾ താങ്കൾക്ക് ഈ ക്ലബിലേക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകുവാനായിട്ടുണ്ടോ? ടാറ്റു കാണാം മൈരാറ പറ. തീർച്ചയായും ഞാൻ ഈ കൊണ്ടുവരുന്നതിലൊന്നും അല്ല ഞാൻ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. ഞാനൊരു വൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് നമുക്ക് കളസം എന്നൊരു പേര് കൊടുത്തത് നമ്മുടെ ക്ലബ്ബിന്. അപ്പോൾ ഈ കളസം എന്നുള്ള പേര് മാറ്റി നിക്കർ എന്നൊരു പേര് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും ഞാൻ വിജയിച്ചു വരുവാണെങ്കിൽ ഈ ക്ലബിൻ്റെ പേര് കളസം ഒന്ന് മാറ്റി നിക്കർ എന്നാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ താങ്കളുടെ ക്ലബ്ബിലെ അംഗങ്ങൾ പറയുന്ന മറ്റൊരു കാര്യമാണല്ലോ താങ്കൾക്ക് നിലപാടില്ലെന്ന്. അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് നിലപാടാണ് ഞാൻ സ്വീകരിക്കാത്തത്? താങ്കൾ ജിജോസിൽ പോവുകയാണെങ്കിൽ ഇറക്കം വാക്കി പോയി കുനിഞ്ഞു നിൽക്കുമെന്ന് താങ്കൾ പറഞ്ഞില്ലേ? അത് താങ്കളുടെ നിലപാടല്ലേ? ഞാൻ കുനിഞ്ഞു നിന്നല്ലോ, അതാണ് എൻ്റെ നിലപാട്. ഈ ജിജോസ് 100 ദിവസം കണ്ടവരേക്ക് വോട്ട് ചെയ്യട്ടെ, എനിക്ക് വിശ്വാസമുണ്ട്. താങ്കൾ ഒരു കാര്യം ചെയ്യ്, ആ ഇറക്കം വാക്കി തന്നെ പോയി കുനിഞ്ഞു.